ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. തുടക്കം മുതലുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. പ്രൊഫഷണലായിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ യൂട്യൂബൊക്കെ കണ്ടു തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അതെവിടെ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞ ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് വേണം. ഇതിപ്പം 12 ഇഞ്ചിൻ്റെ ഹൂപ്പായത്. 8 ഇഞ്ചിൻ്റെ ഉണ്ട്, 16 ഇഞ്ചിൻ്റെ ഉണ്ട്, 12 ഇഞ്ചിൻ്റെ ഉണ്ട്. അങ്ങനെ പല വലുപ്പത്തിലുള്ള ഹൂപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിയാൽ മതി. ഇതിപ്പം വുഡൻ ഹൂപ്പാണിത്. പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും, പക്ഷേ പ്ലാസ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതാണ്. മറ്റേതാണെങ്കിൽ കുറച്ച് തെന്നിയൊക്കെ പോവും. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ സൂചി നമുക്ക് പല വലിപ്പത്തിലുള്ള സൂചി കിട്ടും. ഇതിപ്പോൾ കണ്ടോ, ഇത് സൈസ് എഴുതിയിട്ടുണ്ട്, സൈസ് 11. ഇത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ബീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സൂചിയാണ്, ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂചിയാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള സൂചിയാണ്. കനം വളരെ കുറഞ്ഞ സൂചിയാണിത്. അപ്പം നീഡിൽ നമ്പർ 11, നീഡിൽ നമ്പർ 12 എന്നൊക്കെ പറയുന്ന കനം കുറഞ്ഞ സൂചിയാണ്. ഇത് നമുക്ക് ബീഡ്സൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഉള്ള സൂചിയാണ് നല്ലത്. ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട്, ഹാൻഡ് വർക്ക് ചെയ്യാൻ ഇതുപോലത്തെ സൂചിയാണ് നല്ലത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബീഡ്സും നമുക്ക് കയറ്റണമെങ്കിൽ ഇതുപോലത്തെ കനം കുറഞ്ഞ സൂചി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതപ്പോൾ സൈസ് പറയുകയാണെങ്കിൽ 11, 12 ഒക്കെ ആയിരിക്കും ബീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലെന്ന് പറയുന്നത്. പിന്നെ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പ് സൂചി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറയുന്നത് 6 സ്ട്രാൻഡൊക്കെ ഉള്ള ത്രെഡാണ്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹോള് കണ്ടില്ലേ, കുറച്ച് വലിയ ഹോളാണത്. ആ ഹോളിനകത്തൂടെ നമുക്ക് ഈസിയായിട്ട് കയറ്റാൻ പറ്റും. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഫീച്ചേഴ്സൊക്കെ അനുസരിച്ച് സൂചിക്ക് കുറച്ച് കട്ടിയുള്ളതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള സൂചി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ സൂചിയുടെ ഒരു ബോക്സായിട്ട് വാങ്ങിയാൽ അതിൽ പല വലിപ്പമുള്ള സൂചി നമുക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് ഫാൻസി ഷോപ്പിലും സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലും പറഞ്ഞാൽ മതി, അവിടെ നമുക്കിതെല്ലാം കിട്ടും. പിന്നെ നെക്സ്റ്റ് വരുന്നത് നൂലാണ്. ത്രെഡ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനാണെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡ് വേണം. ഇതെല്ലാം എംബ്രോയ്ഡറി ത്രെഡുകളാണ്. ഇത് സാധാരണ കോട്ടൺ ത്രെഡ്, ഇത് സിൽക്ക് ത്രെഡാണ്. അപ്പം നമുക്ക് ഒരു ബിഗിനേഴ്സിനാണെങ്കിൽ എപ്പോഴും കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് ഷൈനിങ് ഉള്ള കോട്ടൺ ത്രെഡ് ആണെങ്കിലും കുറച്ച് ഷൈനിങ് ഉള്ള ത്രെഡുകളാണ് എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളത് ഇതാണ്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടാണ്. അതിപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ത്രെഡും പല വിധത്തിലുള്ള ത്രെഡുണ്ട്, പല വിലയിലും കിട്ടും. ഇത് ആങ്കർ ത്രെഡാണ്. ആങ്കർ ത്രെഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡാണ്. ഇതിന് വില 9 രൂപ ഒക്കെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത്രയും വരുന്ന ഒരു ത്രെഡിന് വരുന്ന വില എന്ന് പറയുന്നത് 9 രൂപയൊക്കെയാണ്. പിന്നെ ഉള്ളത് സാധാരണ ത്രെഡുകളാണ്. അതിന് 4 രൂപ 5 രൂപയൊക്കെ വിലയുള്ളൂ. അതിപ്പോൾ രംഗോലി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. ഇതിനൊക്കെ 4-5 രൂപയൊക്കെ ഉള്ളൂ. അപ്പം ബിഗിനേഴ്സിന് ഈ ത്രെഡ് ആയാലും വെച്ച് നമുക്ക് പഠിച്ചാൽ മതി. ഇത് വെച്ചാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എംബ്രോയ്ഡറി എല്ലാം ചെയ്യാൻ പറ്റും. ആങ്കർ ത്രെഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ സിൽക്ക് ത്രെഡ് നല്ലതാണ്. അത് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ അടുത്തത് നമുക്ക് ഹാൻഡ് വർക്ക്, ബീഡ്സ് വർക്കൊക്കെ ചെയ്യാനായിട്ട് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചിട്ട്. നമുക്ക് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബീഡ്സും സീക്വൻസ് ബീഡ്സ്
സർദോസി, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഹാൻഡ് വർക്ക് ചെയ്യാൻ അവൈലബിൾ ആണ്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളെ ഞാനും കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കട്ട് ബീഡ്സ് ആണ്. ഇത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ്. ഒരു ആൻറ്റിക് ഷെയ്ഡ് വരുന്നത്, കറക്റ്റ് ഗോൾഡൻ കളറല്ല, ഒരു ആൻറ്റിക് ഷെയ്ഡ് വരും. ഇതങ്ങനെ കളറൊന്നും പോകത്തില്ലേ കേട്ടോ. ആൻറ്റിക് കളർ കട്ട് ബീഡ്സ്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ്. ഷുഗർ ബീഡ്സ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ്, അതിനിടയിൽ ചെറിയ ഹോളുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ്. അപ്പം കോമൺ ആയിട്ട് എല്ലാ ഹാൻഡ് വർക്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും. ആൻറ്റിക് കളറ് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്ന ഈ ആൻറ്റിക് കളറ് ഷെയ്ഡ്. പിന്നെ കട്ട് ബീഡ്സ് പല കളറിൽ കിട്ടും. പല കളർ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് നോക്കി നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പല കളേഴ്സിലുള്ള കട്ട് ബീഡ്സ് കിട്ടും. ഷുഗർ ബീഡ്സും കിട്ടും പല കളേഴ്സിലുള്ളത്. പിന്നെ സീക്വൻസ്, ഇത് സീക്വൻസാണ്. സീക്വൻസും എല്ലാം പല കളറിലുള്ളതൊക്കെ കിട്ടും. ഞാൻ ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. പിന്നെ വേണ്ടുന്ന ഒരു കാര്യം, ഇത് കണ്ടോ, ഈ പെൻസിൽ. ഇത് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയലിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മെറ്റീരിയലിൽ നമ്മൾ പാറ്റേൺ വരയ്ക്കണമല്ലോ. പാറ്റേൺ വരയ്ക്കണമെങ്കിൽ സാധാരണ സ്കെച്ച് വെച്ചിട്ടൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. സ്കെച്ച് വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ ഒന്നും വരയ്ക്കാൻ മെറ്റീരിയലിൽ പറ്റത്തില്ല. കാരണം അതൊക്കെ വെച്ച് വരച്ചാൽ പോകത്തുമില്ല. ചോക്ക് വെച്ചിട്ട് വരച്ചാൽ നല്ല കനമായിരിക്കും. നമുക്കൊരു പാറ്റേൺ വരയ്ക്കാൻ ചോക്ക് വെച്ചിട്ട് നല്ലതായിട്ട് വരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വാങ്ങാൻ കിട്ടും. ബുക്ക് സ്റ്റോളിലൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിലായാലും വാങ്ങാൻ കിട്ടും. ഇത് പല കളറിൽ കിട്ടും. ഇതിപ്പോൾ വൈറ്റ് ആണ്. അപ്പം ഡാർക്ക് കളർ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂ കളർ കിട്ടും. പല കളറിലുള്ള ഈ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയലിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല, സാധാരണ പേനയുടെ പെൻസിലിൻ്റെ ഒക്കെ വിലയുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ത്രെഡ് കട്ടറാണ്. നമുക്ക് സാധാരണ കത്രിക യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കട്ടറായത്. അപ്പോൾ അത്യാവശ്യം ബിഗിനേഴ്സിന് ഒക്കെ തന്നെ മതി. നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചെയ്ത് പഠിക്കാനല്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെ മതി. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കും, ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങണമെങ്കിൽ മീഷോയിലാണെങ്കിലും ആമസോണിലാണെങ്കിലും എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും എംബ്രോയ്ഡറി കിറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ എംബ്രോയ്ഡറി കിറ്റ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ എംബ്രോയ്ഡറി കിറ്റിനകത്ത് ഈ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഹൂപ്പ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും എംബ്രോയ്ഡറി കിറ്റിനകത്ത് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വേണമെങ്കിലും വാങ്ങാം. അപ്പം ഞാൻ എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.